ഗുഡ് മോർണിംഗ്. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വീഡിയോസ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിന് നല്ലൊരു റീച്ച് കിട്ടി. അനേക ആൾക്കാരത് ഷെയർ ചെയ്തു, അനേക ആൾക്കാർ കണ്ടു. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയധികം ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ റിലേറ്റീവ്സുണ്ട്, ഫ്രണ്ട്സുണ്ട്, എന്താ പറയുന്നത്, നമ്മുടെ അല്ലാതെ ഒത്തിരി അടുപ്പമില്ലാത്ത ഈ ടിപ്സ് ഓഫ് ട്രൂത്ത് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത്, മെസ്സേജായിട്ട്, കോൾസായിട്ട്. ഇറ്റ്സ് വെരി വെരി എംപവറിങ് ആൻഡ് എൻകറേജിങ്. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് മറ്റൊന്നും പേടിക്കണ്ട, വി ആർ വിത്ത് യു ഇൻ പ്രയർ. ഞാൻ പറയാം, അത് മാത്രം മതി എനിക്ക് ബലം കിട്ടാനും ശക്തി കിട്ടാനും. എനിക്കില്ല, ഞങ്ങൾക്ക്. അപ്പോൾ പല ആൾക്കാരും ആദ്യം പറയുന്ന കാര്യം, മിറ്റി സമ്മതിച്ചിരിക്കുന്നു, മിറ്റിയുടെ ധൈര്യം, മിറ്റിയുടെ വിശ്വാസം. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം ഇതെൻ്റേതായി വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷം മുമ്പാണെങ്കിൽ ഞാൻ അതിൽ വളരെ അഭിമാനിച്ചു. എനിക്കത്ര വിശ്വാസമുണ്ടല്ലോ, എനിക്കത്ര ധൈര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ അല്ല, ഇത് കർത്താവ് നമുക്ക് തരുന്നതാണ്. അതാ പൗലോസ് പറയുന്നൊരു കാര്യം, എനിക്ക് ലഭിച്ച ദൈവകൃപ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരുന്നു. എനിക്ക് ലഭിച്ച കൃപ ഞാൻ വൃഥാവാക്കിയില്ല, ഞാൻ പാഴാക്കി കളഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തരും കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിനും അവൈലബിളായിരുന്നു. പിന്നെ എവിടെ ഈ പ്രശ്നം? പിന്നെ പ്രശ്നം പലപ്പോഴും നമ്മൾ ഒരു പരിധി കൂടുതൽ അതിലോട്ട് ആശ്രയിക്കാറില്ല. അല്ലെങ്കിൽ അത് നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് കുലുങ്ങിയിട്ട് നമ്മൾ നമ്മുടേതായ വഴികൾ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വഴികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് പകരം നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ശബ്ദങ്ങൾ, കാരണം നമുക്കപ്പോൾ പിന്നെ കർത്താവിൻ്റെ ശബ്ദം കേട്ടാൽ നമുക്കൊരു ഉറപ്പില്ല. അപ്പോൾ നമുക്ക് പിന്നെ സംശയമാവും, കർത്താവ് നമ്മളോട് സംസാരിക്കുമോ, എങ്ങാനും തെറ്റിപ്പോയി എന്നാ ചെയ്യും, നമ്മുടെ ജീവനല്ലേ. ആസ് ഇഫ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവനല്ലേ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളൊരു ദൈവത്തിലാണെന്ന് പറയുന്നതിനകത്ത് പിന്നെന്താ അർത്ഥം? ഞാൻ ഒരു ദൈവത്തിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്, വെൻ ഐ കൺഫസ് ജീസസ് ഈസ് മൈ ലോർഡ്, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവാണ് എൻ്റെ ഉടയവൻ. എൻ്റെ ഉടയവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സകലും. പിന്നെ അതിനകത്തൊരു കുറേ പോർഷൻ ഞാൻ തന്നെ ചെയ്യണമെന്നല്ല വരും. എൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ കർത്താവ് ശ്രദ്ധാലു. കർത്താവ് പറയുന്നുണ്ടല്ലോ, നീ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ട, നിൻ്റെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുള്ള. കാരണം ഞാൻ നിന്നെക്കുറിച്ച് കരുതിക്കൊണ്ട് ഞാൻ നിന്നെ ഓരോ നിമിഷവും ക്ലോസ്ലി വാച്ച് ചെയ്ത്, മോണിറ്റർ ചെയ്ത്, നിയന്ത്രിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ ബിലവഡ് ചൈൽഡ്. അപ്പം നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് വെച്ചുകൊണ്ട്, തിരിച്ചറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തത്, ഉറപ്പ് ലഭിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, മിറ്റിയുടെ വിശ്വാസം ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു നോ. ഞാൻ 1 പത്രോസാണ്, 2 പത്രോസ് കറക്റ്റ് ഓർക്കുന്നില്ല, അതിൻ്റെ 1 either 1 Peter 1 or 2 Peter 1. അതിനകത്ത് പറയുന്നത്, പത്രോസ് ഇങ്ങനെ സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുക, വിശ്വാസികളെ അഭിസംബോധന പറയുക, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നു. വർഷങ്ങൾക്ക് കർത്താവിന് വേണ്ടിയിട്ടാ പത്രോസിന് ലഭിച്ച അതേ വിശ്വാസം നിനക്കും തന്നിരിക്കുന്നു. പത്രോസ് എന്ത് ചെയ്തു, നീ എന്ത് ചെയ്തു? എനിക്ക് വലിയൊരു ചോദ്യചിഹ്നം വേണം. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിശ്വാസമല്ല. ഇവിടെയാണ് ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളായിട്ട് വിശ്വാസം ബിൽഡപ്പ് ചെയ്തെടുക്കുക, ഞാനത് ഉണ്ടാക്കിയെടുക്കുക. എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദിവസം സലാല എന്ന് രാവിലെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഈ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പല എക്സ്പ്ലനേഷൻസ് കേട്ടിട്ടുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പോൾ കർത്താവ് വിശ്വാസം വർദ്ധിപ്പിച്ചില്ല. കർത്താവ് വിശ്വാസത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവർക്ക് കൊടുത്തു. അല്ലെങ്കിൽ വിശ്വാസം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും അതിൻ്റെ വലിപ്പം എന്താണെന്ന് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ അത് പതിച്ചിരിക്കും. കടുകുമണിയോളം വിശ്വാസമുണ്ട്, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ആ മലയോട് പോയി കടലിൽ പതിക്കാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി എക്സ്പ്ലനേഷൻ ഞാൻ ഇത് നേരത്തെ ടിപ്സ് ഓഫ് ട്രൂത്തിൽ എനിക്കൊന്ന് ആദ്യത്തെ എപ്പിസോഡ്സിൽ 12-13 ചെയ്തിട്ടുള്ള. ഇന്നലെ ചെയ്ത് ചോദിച്ചാൽ നമ്മൾ ഓർക്കില്ല, പിന്നെയാണ് പഴയത്. അപ്പോൾ ഞാനതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഇതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലനേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പലരും പറയാറുണ്ട്, കടുകിനകത്ത് വിത്ത് അത് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം നിറഞ്ഞിരിക്കണം. നോ. 2, ചിലർ പറയും കടുകുമണി ആ വലിയ വൃക്ഷമാകും, അതങ്ങ് പടർന്ന് വലിയ മരമാകും, അത് വലിയ തണൽ വിരിക്കും. അതുപോലെയാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ ഞാൻ പറയാൻ കാര്യം, കർത്താവ് ഒരു ദിവസം ഡയറക്റ്റ്ലി എന്നോട് സംസാരിച്ച കാര്യം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ര ഇങ്ങോട്ട് ഞാൻ ഈ കേൾക്കുന്ന മുഴുവൻ അതേപടി വിഴുങ്ങാറില്ല. അതിപ്പോൾ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ അതേപടി വിഴുങ്ങാറില്ല. അതെനിക്കൊരു ബോധ്യം വരണം. അത് പരിശുദ്ധാത്മാവിനെ കൺവിൻസ് ചെയ്യണം. ദൈവവചനത്തിൽ കൂടെയും അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു റെവല്യൂഷൻ പോലെ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഞാനത് എക്സ്പെക്റ്റ് ചെയ്തു. ഞാൻ ഈ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാറില്ല, വിളിച്ച് പറയാറില്ല. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു ദിവസം ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. സലാലിൽ ഞാൻ എഡിറ്റായുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവ്. ലൈക്ക് SMS വരത്തില്ലേ എന്ന് പറഞ്ഞു. അതെന്താ സംസാരിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡ് ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഈ എന്തിനാ ഇപ്പോൾ ഈ സസ്പെൻസ് വെക്കുന്നത്. ഞാൻ ഒരു സസ്പെൻസ് വെച്ചാലേ പിന്നെ കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.